ഫംഗ്ഷൻ കഴിച്ചായിരുന്നു. കുഞ്ഞോനെ, ഫംഗ്ഷൻ ചെന്നപ്പോൾ എല്ലാവരും നമ്മളെ കളിയാക്കുന്നടാ. ഒളിച്ചോടിയതൊന്നും ഒരു പ്രശ്നമല്ലടാ. നീ അവളെ വിളിച്ചോണ്ട് ഇങ്ങ് വന്നാൽ മതിയായിരുന്നല്ലോ. ഇതാ കുഴപ്പം. പക്ഷെ നീ വിഷം കഴിച്ചത് എനിക്ക് ക്ഷീണമായിപ്പോടാ. സാരമില്ല, ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. Happy birthday, Tolicha. Thank you. Play music. ആര്യനെ വിളിച്ചില്ലേ? പോയി വിളിയടാ. വിളിച്ചിട്ട് വരാം. അടുത്തല്ലേ. ഹലോ. എടാ എന്നിട്ട് എന്റെ ബർത്ത്ഡേ ആയിട്ട് നീ വരുന്നല്ലേ പറഞ്ഞ? ഏയ് ഇല്ല, എന്ന് ഞാനില്ലടാ. കുറെ നാളായിനെ കൂടിയിട്ട്. പെട്ടെന്ന് വാ. സൂപ്പർ. നമ്മുടെ ടീം ഇന്ന് മുതൽ ഉണ്ണിക്കുളമല്ല, ഫണ്ണിക്കുളം. അടിക്കട പറഞ്ഞു. ഓ വേണ്ട ഏട്ടെ, ഒരു മൂടില്ല. നീ അടിച്ച വിഷത്തേക്കാ വലുതൊന്നും അല്ലടാ, അടി വരണം. മതിടാ. ടോണിച്ചേട്ടായി ഹാപ്പി ബർത്ത്ഡേ. പറയാൻ വിട്ടുപോയി. താങ്ക് യു മൂത്തേ. മോനെ, നീ പ്രേമം പരിപാടിയൊക്കെ വിട്, എന്നിട്ട് പഴയ ആര്യനായിട്ട് തിരിച്ചു പോവാ. നമുക്ക് പെണ്ണൊക്കെ വേറെ വരും. നീ അതുകൊണ്ട് അവനെ നോക്കി എന്തോ കൂളാ. നോക്കി കണ്ടോ, പാടുന്നു പാടുന്നു. സുനയും പോയി, സുഹാനയും പോയി, എന്നിട്ട് അവന്റെ ആഘോഷം കണ്ടില്ലേ? നല്ല നല്ല നാള് പിറന്നാള് ഒഴിച്ചു വെച്ചതാരാണോ? അടുത്ത തവണ തൊട്ട് ആദ്യം കേക്ക് മുറി, പിന്നെ ഉള്ളു കള്ള്. ഇതിപ്പോ എന്റെ കേക്ക് മുറിക്കാൻ ആരുമില്ല. ഈ എഴയുന്നവരെയാണല്ലോ ഞാൻ ഇത്ര പുകഴ്ത്തിയത്. മാസിനെടുത്ത് മോന്തം ചെയ്യും. നിനക്കറിയില്ലടാ. ഇല്ല, നിനക്കറിയില്ലടാ എന്റെ അപ്പൻ എന്നെ എങ്ങനെയാ നോക്കിയത്. എന്റെ മമ്മി പരിചയിച്ചിട്ട് അയാള് പൊന്നുപോലെയല്ലടാ ഞങ്ങളൊക്കെ നോക്കിയേ. വളർത്തു ദോഷം അയാളെയൊക്കെ വിട്ടെറിഞ്ഞിട്ട് ഞാനും ഉണ്ടാവണ്ടാ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവക്ക് വേണ്ടി എനിക്കറിയാം. ആലോചിച്ച് നോക്കി, അവക്ക് വേണ്ടി എന്തുമാത്രം. പിറ്റേ ദിവസം അവരുടെ അടുത്ത് പോയി പറഞ്ഞായിരുന്നു, നിങ്ങള് കാറും വീടും സ്വത്തും എല്ലാം അവക്ക് വേണ്ടി കളഞ്ഞിട്ടാ പോയതെന്ന്. ഇനി എങ്ങാനും അവക്ക് തോന്നിക്കാണ്ട് നിങ്ങൾ എല്ലാം കളഞ്ഞ് പിച്ചക്കാരനായിട്ട് തിരിച്ചു വരാൻ പോകുന്നതെന്ന്. എണ്ണിക്ക്. ഞാൻ ഇപ്പോഴും നിന്നോട് പറയാ, പ്രേമം എന്ന് പറഞ്ഞ പൊളിറ്റിക്സ് ആടാ. അതില് ജാതി മതവും പണവും തേങ്ങാക്കോലൊക്കെ ഒരുപാടാ. ഒരുത്തീ കൂടെ നിക്കില്ലടാ. നീ നോക്കോ. വീണ്ടും വിഷം കുടിക്കുന്ന നിനക്കെന്താ ഐസിയിലോട്ട് ഇനിയും കെട്ടിയെടുക്കണ? അണിയാ സാധനം അണിയാ. പോട്ടെ പോട്ടെ. ഇയാളെ ഇപ്പോഴളിയായി കാണുന്നേ. അളിയന്റെ അച്ഛൻ വരെ സെന്റി ആയിട്ട് എന്നെ നോക്കി കരഞ്ഞളിയാ. കാലം എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടേ ഞാൻ നിന്നെ പ്രേമിക്കും. എനിക്ക് അവളെ കാണണോളിയാ. എനിക്ക് അവളെ കണ്ടേ പറ്റൂ. എല്ലാം പോട്ടെ അളിയാ, എല്ലാം റെഡിയാ, ഒരു കുഴപ്പമില്ല. അയ്യാ, എന്തിനാണ് മോങ്ങുന്നേ? എടാ, ഇവിടെ പ്രേമിക്കുന്ന പെണ്ണായിട്ട് നാഗലിന്റെ ഒരാൾക്കാര് പോടാ. ആണോ? അറിയാവാ, രാവിലെ കോട്ടയത്ത് ബസ് കയറി കഴിഞ്ഞാ വൈകുന്നേരം മധുരത്തൂടാ. ഞാൻ നിന്നോട് വരാം. സെബി, നീ ഒറ്റ ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ കൊടുത്ത് കുഴിയിലോട്ട് തള്ളിയിടുന്നത്. നീ പോണ നാഗാലാൻഡിലോട്ട് നീ എന്തിനാണ് ഇവനെ വിളിക്കുന്നത്? എന്റെ അമ്മമ്മയുടെ നാഗാലാൻഡ്. അളിയാ
നീ തന്ന മോട്ടിവേഷൻ എനിക്ക് പീക്കി കയറി നിൽക്കുകയാണ്. എനിക്ക് ഉറങ്ങാൻ പറ്റിട്ടില്ല അത് കഴിഞ്ഞിട്ട്. മോട്ടിവേഷനാ? നീ പറഞ്ഞ സത്യം. എനിക്ക് മധുരയിൽ പോയി അവളൊന്ന് കാണണം അളിയാ. അളിയാ ഞാനിത് കള്ളിന്റെ പുറത്ത് പറഞ്ഞതാടാ. നീ ഇതൊക്കെ ഇട്ട് എന്തിനാടാ ഇറങ്ങി തിരിച്ചത്? അവളെ നീ പോയി ബാഗ് പാക്ക് ഇട്ട് നമുക്ക് പോവാം. ഞാൻ പാക്ക് ചെയ്യാം. നീ ഒരു പണി ഇപ്പൊ ഇവിടെ നിൽക്ക്. നീ പോയി രാവിലെ വാ. ഇപ്പൊ പോയി കിടന്നുറങ്ങിയിട്ട് ചെയ്യാവുന്ന പ്രശ്നമുള്ളൂ നിനക്ക്. സത്യം കിട്ടും. നീയാണ് മോട്ടിവേഷൻ തന്നെ. നീ വരാന്ന് പറഞ്ഞില്ലേ സിബിയെ? ഒരു രക്ഷയില്ല. കോളേജിൽ നിന്ന് ഒരു അഡ്രസ്സും കിട്ടത്തില്ല. ചിലപ്പോ ഇനി നീ എങ്ങാനും തിരക്കി ചെല്ലുന്ന വിചാരിച്ചിട്ട് അവര് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാ. ஏய் தேவையில்லாமல் எதாவது பண்ணால் மூஞ்சி மாதிரிலாம் உடச்சிருவேன். மதுரைக்குள்ள எனக்கு தெரியாத ஏரியாவும் கிடையாது, தெரியாத ஆளுங்களும் கிடையாது. எங்கடா போயிடுவேன் நீ? ஒழுங்கா வரப்பாரு. வணக்கம் அண்ணா. அண்ணா என்னோட பேர் ஆரியன். அட்ரஸ் இருக்கா? அட்ரஸ் இல்ல. அட்ரஸ் இல்லாமல் எப்படி கண்டுபிடிக்கிறது? அதெல்லாம் ரொம்ப கஷ்டம் தம்பி. பேரு வந்து நிதி சத்யபிரகாஷ். அம்மா வந்து ரயில்வேல ஜோலி. நீ எந்த ஊரு? உன்னிக்குளம். உன்னிக்குளமா? உன்னிக்குளம்லாம் இங்கே கிடையாது, பெரிய குளம் தான் இருக்குது தம்பி. இங்கே 10 நாள் திருவிழா நடக்க போகுது, மீனாட்சி அம்மன் கோயில் திருவிழா. ஊருக்குள்ள இருக்க எல்லா பேருமே எப்படியும் சாமி கும்பிட வருவாங்க, புரியுதா? உன் ஆளும் அங்கே வர வாய்ப்பு இருக்கு. தேடிப்பாரு, கிடைச்சா உன் அதிர்ஷ்டம் அப்படியே கூட்டிட்டு. എടാ നീ പോയിട്ട് 3-4 ദിവസമായി. നിന്റെ അമ്മ ഇവിടെ കിടന്ന് നല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നിന്റെ പ്രശ്നം എന്താണെങ്കിലും നീ അത് തീർത്തിട്ട് വന്നാൽ മതി. പിന്നെ പൈസ ഒന്നും കാണത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ കുറച്ച് പൈസ ഇട്ടേക്കാം. വേണ്ട അച്ഛാ, വേണ്ട വേണ്ട വേണ്ട, കുഴപ്പമില്ല, കയ്യിലുണ്ട്. പറ്റുമെങ്കിൽ പെട്ടെന്ന് വാടാ. ഇല്ല അച്ഛാ, അവളെ കണ്ടിട്ടേ ഞാൻ വരത്തുള്ളൂ. ശരി, നീ സൂക്ഷിക്കണം കേട്ടോ. എന്തുവാടാ? എന്ത് കൂതറ സ്ഥലം ഇത്? നല്ലൊരു സ്ഥലത്ത് നിനക്ക് താമസിച്ചൂടെ? പിന്നെ നിന്റെ അപ്പം പറഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇതിപ്പം ഞാൻ കാരണമാണ് നീ ഇങ്ങനെയൊക്കെ ആയെന്നാണ് മൊത്തത്തിലുള്ള പറച്ചില്. അത് എനിക്ക് നല്ലൊരു ചീത്തപ്പേരാ. നാളെ രാവിലത്തെ ബസ്സിന് നമുക്കങ്ങ് പോയേക്കാം. ഞാനില്ല ഏട്ടാ, ഞാൻ അവളെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം നീ കണ്ടില്ലേ? ഇത്ര ദിവസം പിന്നെ നീ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു അഡ്രസ്സൊക്കെ. ഫോൺ എടുത്ത് വിളിച്ചു നോക്കടാ അവളെ. എൻ്റെ നമ്പർ ഇല്ല ഏട്ടാ. എടാ, നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഇല്ല, അവളുടെ അഡ്രസ്സ് ഇല്ല. അവളാണെങ്കിൽ നിന്നെ വിളിച്ചിട്ടേ ഇല്ല. എടാ, അവള് നിന്നെയൊക്കെ മറന്ന് എപ്പോഴേ പോയി കാണും. ഒരു ബോധം ഇല്ലാതെ വെറുതെ. എടാ, നീ ചുമ്മാ കോമാളി ആയിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഒരു ജോക്കറായില്ലേ? വീട്ടുകാരുടെ മുന്നിലും കൂട്ടുകാരുടെ മുന്നിലും ഒരു ജോക്കർ, പ്രേമിച്ച് ഒളിച്ചോടുന്ന ജോക്കർ, വിഷം കഴിക്കുന്ന ജോക്കർ, എന്തൊക്കെയോ ചെയ്യുന്ന ഒരു ജോക്കർ, ഒരു കോമാളി. പക്ഷെ എനിക്ക് അവളെ കാണാതെ സമ്മാനം കിട്ടത്തില്ല ഏട്ടെ, അത്രേ ഉള്ളൂ. അവളെ കണ്ടിട്ടേ ഞാൻ വീട്ടിൽ വരത്തുള്ളൂ. നിക്സൻ ചേട്ടാ, അവനിവിടെ ഒന്നും കാണുന്നില്ല. ഇന്നലെ അവൻ അത്ര അങ്ങനെ പറയണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കില്ല പങ്ക്. അവനെ വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യാ. ஹலோ அண்ணே. தம்பி இங்க. எப்படி இருக்கண்ணா? நல்லா இருக்கியா? நீ எப்படி இருக்க? அப்பா எப்படி இருக்காரு? நல்லா இருக்கண்ணே. மறுக்கணியா பர்ச்சேஸ் பண்ண வந்தீங்களா? இல்லைண்ணே, இப்போ எல்லாமே கொரியர் பண்ணிட்டு இருக்கேன். அப்படியா? சரி சரி அண்ணே, ഞാൻ വന്നത് എനിക്കൊരു ഹെൽപ്പ് വേണം. சொல்லியா? என்னோட ஊரில் ஃப்ரெண்டுன்னு ஒரு காதலி இருக்கு. அப்போ அவளை தேடி பார்க்கறதுக்கு அண்ணே 2-3 நாளா இங்கே கறங்கிட்டு இருக்கு. இது அட்ரஸ் இருக்கா? இல்லைண்ணே. ഡീറ്റെയിൽസ് ഒന്നും ഇല്ലേ? ஃபோட்டோ ஏதாச்சும்? எதுவுமே இல்லையா? என்னத்த இங்கே லாரான்னு ஒரு தெரியும். சின்ன பொண்ணுலேருந்து பெரிய பொண்ணு வரைக்கும் எல்லாத்தையும் தெரியும் அவனுக்கு. பொண்ணுங்க விஷயத்தில் அவன் ஒரு என்சைக்ளோபீடியாப்பா. ஆனால் இப்போ நிலைமை சரியில்லை. இந்த 2 கேங்ஸ் நடுவில் பெருசாக ரொம்ப பயங்கரமான பிரச்சனை ஒன்று ஓடிக்கிட்டு இருக்கு. ஒருத்தர் மாறி, இன்னொருத்தர் ரமணா. இந்த லாரா மாறிக்கு எதிராக ஒரு சின்ன குழப்பத்தை உருவாக்கிட்டு போயிட்டான். அதே அந்த லாரா எங்கேயோ ஓடி ஒளிஞ்சு உட்காந்துருக்கான். இருங்க, லாரோட ஃப்ரெண்டு ஒருத்தர் இருக்கான், அவனுக்கு ஃபோன் அடிப்போம். எனக்கா கண்டிப்பாக உங்களுக்கு ஹெல்ப் பண்ணுவான். சொல்றா. டேய்,
ஒரு சின்ன ஹெல்ப்டா. என்ன விஷயம்? எனக்கு தெரிஞ்ச பசங்க வந்திருக்காங்க. சரி, எதுவும் பிரச்சனையா? ஆமாடா, அவசர வேலையாத்தான். ரொம்ப வேண்டப்பட்டவங்க. சரி சரி, பார்த்துக்கலாம். டீட்டெயில்ஸ் எனக்கு அனுப்பிவிடு. சொல்லிட்டேன். ஓகே. எல்லா விவரத்தையும் சொல்லிட்டேன். எந்த பிரச்சனையும் எல்லாம் முடிச்சு விட்ருவாப்புல. ஓகேவா? சரி வாங்க, எல்லாரும் ஒரு செல்ஃபி எடுத்துக்கிறோம். வாங்க பக்கத்தில் வாங்க. அடா சரிங்கப்பா. வரட்டுமா? தேங்க்யூ. பார்க்கலாம். വണക്കങ്ങയ്യാ. പുള്ളി എന്തായാലും സെറ്റാക്കി തരൂടാ. നോക്കാം. ഇനി എന്തൊക്കെ വന്നാലും അവന്റെ പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടാ നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് പോകത്തുള്ളൂ. பாப்பா எங்க படித்தானே கேரளாவா? ஆமாம் சார். அது யார், உன் ஃப்ரெண்ட்ஸா? ஆமாம் ஆமாம். வாங்க வாங்க வாங்கயா. தாடி வச்ச ரெங்கண்ணா. உட்கார், நீ உட்கார். தம்பி, சிகரெட்டு பிடிக்காதீங்க. 20-25 வருஷம் லைஃபே குறைஞ்சிரும், ஆயுள் கம்மியாயிரும். இதை குடி. ஆ, என்ன லவ் மேட்ரா? ആ എന്നോட ഫ്രണ്ടோட ലവ് மேட்டர். அப்பூப்பா என்னோட நாங்களோட ஃப்ரெண்டு அவனை லவ்வர் தேடி இங்கே வந்தேன். ஸோ நாங்கள் அவனை தேடி வந்தேன். ஆனால் அவன்டே அவளோட அட்ரஸ் எதுவும் இல்லை. ஒரு 35 வருஷத்துக்கு முன்னால் உங்களை மாதிரி ஃப்ரெண்ட்ஸ் எனக்கு கிடச்சிருந்தா என் காதலை நான் இழந்திருக்க மாட்டேன். என் காதலியை என் கண்ணு முன்னாடியே அவங்க பெற்றவங்க கொன்று விட்டாங்க. தம்பி, ஒரு பேப்பர் கொடுப்பா. இதை இந்த இடத்துல போய் கொடு. இப்பவே போ, யாருக்காக வெயிட் பண்ணாத. സാർ வணக்கம். உட்காருங்க. എടാ കൊടുക്ക്. ஆ சார், ஒருத்தர் கொடுத்தது. என்ன இது? முத்தண்ண, அந்த பி செல்ஃப்ல இருக்க கட்டை கொஞ்சம் எடுத்துட்டு வாங்க. எடுத்துக்கிறேன் தம்பி. സാർ அந்த ஃப்ளெக்ஸிலுள்ளதை யாரு? அவர் யாருன்னு தெரியாமலே அவர் கொடுத்த சீட் எடுத்துட்டு வந்திருக்க. அவர் தான்டா கட்சி தலைவர், முன்னாள் எம்எல்ஏ. கட்சி தலைவரா? தலைவரே யாருன்னு தெரியல. அவர் கொடுத்த லெட்டரை மட்டும் நீட்டிட்டு வந்துட்டாங்க. இந்தாங்க தம்பி. இது மதுரையோட புது ஓட்டர்ஸ் லிஸ்ட் தம்பி. முதல்ல இதில் பாருங்க, இல்லைன்னா அடுத்த கட்ட எடுத்துட்டு வர சொல்கிறேன்.